ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കേരളത്തിലെ പുതിയ CM വരുമോ എന്നറിയില്ല. നമ്മളെക്കാളും വലിയ ഡിലേ ആണ് അവന്മാർ. എൻ്റെ അഭിപ്രായത്തിൽ VD സതീശൻ തന്നെ, അഭിപ്രായത്തിലല്ല, VD സതീശനാണ് CM ആവേണ്ടത്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടാവും. സത്യം പറയല്ല, രാഹുൽ ഗാന്ധിക്ക് നല്ല പ്രഷർ കാണും. ഈ ഒരു വിഷയത്തോടു കൂടി എനിക്കൊരു കാര്യം മനസ്സിലായി. രാഹുൽ ഗാന്ധിയും ഭയങ്കര ഡിപ്പെൻഡഡ് ആണ്. ജനങ്ങളുടെ ഡിപ്പെൻഡൻസി ഓക്കെ, ഇതല്ലാതെ കുറേ ആൾക്കാരുമായിട്ടേ വളരെ ഡിപ്പെൻഡഡ് ആണ് ഈ രാഹുൽ ഗാന്ധി അടക്കം. അതാണ് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം പോലും എടുക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നത്. കുറച്ച് രാഷ്ട്രീയ കാര്യം വളരെ നെഗറ്റീവാണ്. കുറച്ച് രാഷ്ട്രീയ കാര്യം പറയാം. രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുമ്പോൾ അതിനെപ്പറ്റി വർഗീയതയൊന്നും ആകൂലല്ലോ, എന്ത് വേണോ പറയാം ആർക്കും. മറ്റേ മോഡിയോ BJP ഒക്കെ കുറ്റം പറയുമ്പോഴാണ് അത് വർഗീയതയിലോട്ട് കടക്കുന്നത്. വർഗീയവാദിയാവും, തീവ്രവാദിയാവും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. രാഹുൽ ഗാന്ധിയെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കുഴപ്പമില്ലല്ലോ. രാഹുൽ ഗാന്ധി എന്ത് വേണോ പറയാം. ഞാനിന്ന് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് എനിക്ക് പറയാനുണ്ടായത്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഉണ്ടാവുന്ന എനിക്ക് തോന്നണില്ല. ചിലപ്പോൾ കാരണം ഇത്രയും ദിവസമായില്ലേ, ജനങ്ങളുമായിട്ട് ഡിപ്പെൻഡഡ് ആയിരിക്കുന്നത് ഓക്കെ, സമ്മതിക്കാം. ജനങ്ങളുടെ പിന്തുണ വേണം, ജനങ്ങളാണ് നമ്മളെ പാർട്ടി ആയാലും ആരായാലും നയിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതുപോലെ പല പല നേതാക്കള് ആയിട്ട് അവരിൽ എങ്ങനെയാണ് ഡിപ്പെൻഡഡ് ആയി പോയത്? കേരളത്തില് ഇത്രയ്ക്ക് അറിഞ്ഞൂടെ? VD സതീശനാണ് ഇത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക്, VD സതീശന്റെ പ്രവൃത്തി മൂലം തന്നെയാണ് ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇത്രയും നല്ലൊരു വിജയം ഉണ്ടാക്കി തന്നിട്ട് ഇപ്പൊ പറയണ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് കുറച്ച് MLA-മാരുടെ പിന്തുണ ഉണ്ട്, അതുകൊണ്ട് മുഖ്യമന്ത്രി ആക്കി കളയാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കും? കേരളത്തിലെ ജനത എങ്ങനെ അംഗീകരിക്കും? കേരളത്തിലെ ജനതയൊന്നും വേണ്ട, ഓരോ ഇൻഡിവിജ്വലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരെങ്ങനെ ഇത് അംഗീകരിക്കും? അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും ഇതൊരു പാഠമാക്കി കണ്ടു. എത്ര വലിയ ആളായാലും ഒരുത്തനെ ഒരു പരിധിക്കപ്പുറം അടുപ്പിക്കരുത്. ഒരുത്തനെ അങ്ങനെ ഒരാൾക്കും ഒരു സ്ഥാനം, ഒരു ഫ്രീഡം കൊടുക്കാൻ പാടില്ല. കാരണം ഇവരുടെ ഉദ്ദേശം അങ്ങനെയാണ്. ഇവരൊക്കെ തലേ കയറി തൂറും, തലേ കയറി നിരങ്ങും. ഇപ്പൊ KC വേണുഗോപാൽ കഴിവില്ലാത്ത ആളൊന്നും അല്ല, നല്ല കഴിവുള്ള ആളാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്യണം? അയാൾ പ്രവർത്തിക്കണമായിരുന്നു. അയാൾ കേരളത്തിൽ ഏതെങ്കിലും നിയമസഭയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ഇന്ന് പ്രവർത്തിക്കണമായിരുന്നു. അല്ലെങ്കിൽ VD സതീശൻ ഒരു ടാലന്റ് ഇല്ലാത്ത, വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവായിരിക്കണം. ബാലൻസ് കളി, അങ്ങോട്ടും ഇങ്ങോട്ടും, അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള ബാലൻസ് ഒക്കെ കളിച്ച് അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നെങ്കിൽ പോലും ഓക്കെയാണ്. വേണുഗോപാലിന് അവകാശവാദം ഉന്നയിക്കാം. പക്ഷെ അങ്ങനെയല്ല. VD സതീശൻ 100-ൽ 100 മാർക്ക്, അത്ര അയാൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അയാളെ സംസാരം തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ക്ലിയർ അല്ലെങ്കിൽ പോലും പുള്ളിക്ക് ഒരു ബാലൻസ് കളി ഉണ്ടെങ്കിലും കളിക്കാൻ അറിയാതെ അതിലൊരു അതിർവരമ്പുണ്ടല്ലോ, അത് പുള്ളിക്ക് അറിയാം. രമേശ് ചെന്നിത്തല നല്ലൊരു നേതാവാണ്, എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ള നേതാവായിരുന്നു എപ്പോൾ ഒരു 5 കൊല്ലം മുമ്പ് വരെ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് തിളങ്ങിയിട്ടില്ല. പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, പ്രളയം, കൊറോണ, പല കാരണങ്ങളുണ്ടായിരുന്നു. എല്ലാം ഗവൺമെന്റിന് അനുകൂലമായിട്ട് വന്നു, ഓക്കെ. പക്ഷേ രമേശ് ചെന്നിത്തല ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര ബാലൻസ് കളിയാണ്. പുള്ളി അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ഒരു ബാലൻസ് കളിച്ചു പോയി. അതാണ് ഈ രമേശ് ചെന്നിത്തല ഈ 5 കൊല്ലത്തിനിടയിൽ ഒരു സക്സസ്ഫുൾ ആവാത്തത്. VD സതീശനായിരുന്നെങ്കിൽ എന്നിട്ട് 5 കൊല്ലം കൊണ്ട് പുള്ളി ജയിച്ച് ചീഫ് മിനിസ്റ്റർ ആകുമെന്ന് പുള്ളി വിചാരിച്ച്. പക്ഷേ പുള്ളിക്ക് അത് പറ്റിയില്ല. കാരണം ഒന്ന് ബാലൻസ് കളിയാണ്, അതായത് കറക്റ്റ് ഒരു എഫേർട്ട് ഇടാനില്ല. വെറുതെ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ വായി തോന്നിയത് അപ്പം പറയുന്നതല്ലാതെ പുള്ളി ഒരു എഫേർട്ട് ഇടാനില്ല. അങ്ങനെ എഫേർട്ട് ഇടാത്തത് കൊണ്ടാണ് ഇപ്പം ചീഫ് മിനിസ്റ്റർ ആകാൻ പറ്റാത്തത്. അല്ലെങ്കിൽ പുള്ളിക്ക് എല്ലാ യോഗ്യതയും ഉണ്ട് ചീഫ് മിനിസ്റ്റർ ആകേണ്ടത്. പിന്നെ എന്തായാലും പ്രാവശ്യം VD സതീശൻ അല്ല മുഖ്യമന്ത്രിയെങ്കിൽ കോൺഗ്രസിനല്ല, ഫസ്റ്റ് തന്നെ ഈ സർക്കാർ 0-യിലോട്ട് വരുന്നതാണ്. അതായത് ജനങ്ങളുടെ ഇടയിൽ മൊത്തത്തിലൊരു ഇമ്പ്രഷൻ പോയിട്ടുണ്ടാവും. ഇനി KC വന്നാലും VD സതീശൻ വന്നാലും ആരും വലിയ മലമറിക്കാനൊന്നും പോകുന്നില്ല. ഇവിടെ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ തെറിവിളിയും കേൾക്കും. ഉമ്മൻചാണ്ടിയൊക്കെ ഇത്രയും ജനങ്ങളുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്ത് ഭയങ്കര വലിയ നേതാവ് തന്നെ ആയിരുന്നു. എന്നാലും നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ അറിയാവുന്ന ഉമ്മൻചാണ്ടിക്ക് പോലും രക്ഷയില്ലേ. അപ്പൊ പിന്നെ ഇനി VD അല്ല, KC അല്ല, ഇനി രാഹുൽ ഗാന്ധി അല്ല, ഇനി ആര് വന്നാലും ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് കട്ടയും പടം മടങ്ങേണ്ട അവസ്ഥയിലോട്ട് എത്തും. ഇന്നത്തെ സാഹചര്യത്തിൽ ഇനി KCക്ക് മുഖ്യമന്ത്രി ആകണമെങ്കിൽ KC പതുക്കെ അവിടെ നിന്ന് MP ഇതൊക്കെ ഒന്ന് അടക്കി അടുത്ത 5 കൊല്ലത്തിൽ നമുക്ക് ട്രൈ ചെയ്യാം.
MP സ്ഥാനമൊക്കെ ഉപേക്ഷിച്ച് കേരളത്തിൽ അടുത്ത നിയമസഭ ഇലക്ഷന് നിൽക്കണം. അതിൻ്റെ ഇടയിൽ കേന്ദ്രമൊക്കെ വിട്ടിട്ട് കേന്ദ്രമൊക്കെ വേറെ ആളെ ഏൽപ്പിക്കണം. പിന്നെ വലിയൊരു ഉത്തരവാദിത്വമാണ് കേന്ദ്രം. അത് കേസ് മനസ്സിലാക്കണില്ല. കേരളമൊന്നും ഒന്നുമല്ല, വലിയൊരു ഉത്തരവാദിത്വമാണ് കേന്ദ്രത്തിൽ മൊത്തം നിങ്ങൾ പാലും വെള്ളത്തിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആസാം പോയി ഇതൊന്നും പിടിക്കാൻ പറ്റാത്ത കാരണം എന്ത്? ഒരു സംസ്ഥാനത്ത് ഒരു ജനങ്ങളെ ഇറക്കാൻ പോലും നിങ്ങളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. എന്നിട്ട് ഈ ചെറിയ കേരളത്തിൽ വന്നാണെന്ന് ഇവിടെ ഫൈറ്റ് ചെയ്യണം. ഇവിടെ ജനങ്ങളെ തന്നെ വലിയ പ്രബുദ്ധരാണെന്ന് പറയുന്നെങ്കിലും ജനങ്ങൾ കുറച്ച് വിവരമുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച്. ഇനി രാഹുൽ ഗാന്ധി തീരുമാനം എടുക്കുകയാണ് കേസ് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി ആക്കാം എന്ന്. രാഹുൽ ഗാന്ധി ഒരു ഡിസിഷൻ എടുത്തിട്ട് വരികയാണെങ്കിൽ ഞാൻ സത്യം പറയട്ടെ, രാഹുൽ ഗാന്ധിയും അല്ല കോൺഗ്രസ്. അങ്ങനെ ഗാന്ധി കുടുംബമാണ് രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് അങ്ങനെയൊന്നുമില്ല. ഗാന്ധി കുടുംബത്തിന് ഇതിൽ വലിയൊരു പങ്കുണ്ട്. പക്ഷെ ഇവരൊന്നും അല്ല കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സെക്യുലർ ഐഡിയോളജിയാണ്. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമരകാലം മുതൽ അങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അവരുടേതായ പങ്കുണ്ട്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വരെ അവർക്ക് അവരുടേതായ പങ്കുണ്ട്. അപ്പൊ അതൊക്കെ അത് മറന്ന് തലമറന്ന് എണ്ണ തേക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശമെങ്കിൽ ഇനി വയനാട് നിന്നാൽ പോലും ജയിക്കൂല. ജനങ്ങൾ അടിച്ച് താഴെ ഇറങ്ങും. പപ്പൂന്ന് തന്നെ പറയുമല്ല. കാരണം ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു പവർ ഇല്ല ഇയാൾക്ക് എന്നേ പറയുള്ളൂ. അങ്ങനെയൊക്കെയാണ് കേരളത്തിലെ കാര്യങ്ങൾ. എനിക്ക് ഇനി രാഷ്ട്രീയ കാര്യം ഇങ്ങനെ അധികം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചോളൂ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണതിന് മുമ്പായിട്ട് കേരളത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. പിന്നെ അടുത്തൊരു വിഷയം സംസാരിക്കാനുള്ളത് നമ്മുടെ കാർത്തിക് സൂര്യ ഇന്നലെ വീഡിയോ കാര്യമാണ് ഞാൻ കളിയാക്കുന്നില്ല. കാർത്തിക് സൂര്യ ഞാൻ പണ്ട് ഒട്ടും കാണാത്തൊരു വ്ളോഗായിരുന്നു. കാരണം എൻ്റെ വെകളിത്തരം. പക്ഷെ അവനതുകൊണ്ട് ഗുണമുണ്ടായി. നല്ല കാര്യം. ഞാൻ ഒന്ന് വിചാരിച്ചത് ഭയങ്കര ഫേക്കാണ്. പിന്നെ അവൻ്റെ ഹലോ ഗായ്സ് ഈ വിളിയും ബഹളമൊക്കെ ആയപ്പോഴേ എനിക്കെന്താ അന്നേ ഒരു വെറുപ്പ്. അവൻ്റെ ഒരു വീഡിയോ ഞാൻ കാണൂല. അപ്പോൾ കാർത്തിക് സൂര്യ എന്നൊരു പേര് നോട്ടീസ് ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഒരു വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല അവൻ്റെ. ഈ അടുത്തൊരു 1 മാസം 2 മാസം ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങുമ്പോഴാണ് ഞാൻ കാർത്തിക് സൂര്യയുടെ വീഡിയോ ജസ്റ്റ് ഞാനൊന്ന് വാച്ച് ചെയ്യണം. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൻ്റെ വീഡിയോസ്. നല്ല വീഡിയോസ്, അടിപൊളി, നല്ല വൈബാണ്. എനിക്ക് അവൻ്റെ വീഡിയോ നല്ല ഇഷ്ടപ്പെട്ടു. സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അളിയൻ പറയുന്നത് അവൻ്റെ കണ്ടന്റ് ക്രിയേഷൻ അവൻ്റെ ഐഡിയാസൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചു, ഇത്രയും കൊല്ലം ചെയ്തില്ല. അവൻ്റെ ഐഡിയ ഒന്നും പോയി കാണൂല. ചിലപ്പോൾ മൈൻഡിൻ്റെ ഒരു ഇതായിരിക്കും. ഈ 2 ദിവസം ചെയ്ത് കുറച്ച് വ്യൂസ് പോലും ഇല്ലാതെ എനിക്കൊന്നും കിട്ടണില്ല. എന്ത് വീഡിയോ ഇടണമെന്ന് എനിക്കൊന്നും കിട്ടുന്നില്ല. അത് ചെയ്യണോ, ഇത് ചെയ്യണോ, ഷോർട്സ് ചെയ്യണോ, മറ്റേത് ചെയ്യണോ, മറിച്ചത് ചെയ്യണോ, അതല്ല ഇനി വേറെ സ്റ്റോറി ടെല്ലിങ് എങ്ങനെ അത് പറയും, ഇതിനെപ്പറ്റിയൊന്നും എനിക്കും ഒരു ധാരണയില്ല. അങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ബോറടി മാത്രമല്ല ഒരു നമ്മളെ റുട്ടീനിലോട്ട് ഇപ്പോഴും വ്ളോഗിങ് വന്നിട്ടില്ല. അങ്ങനെ ഒരു ദിവസം കാലിങ്ങനെ നടന്നേ കാല് വേദന ഇങ്ങനെ കൂടിയപ്പോൾ ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് റെസ്റ്റ് എടുത്ത് കളയാമെന്ന് വിചാരിച്ചാൽ ഇപ്പം 4-5 ദിവസം അങ്ങനെ പോയി. റെസ്റ്റ് എടുക്കലും ആയി, വർക്കൗട്ടും ചെയ്തില്ല. വർക്കൗട്ടിന് നടക്കാനൊന്നും പോയിട്ടുമില്ല, വ്ളോഗിങ്ങും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഒരുപാട് അങ്ങനെ ഇതൊന്നും ചെയ്യണ്ട. രാവിലെ ഒന്ന് എണീക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ശ്രമിക്കുക. നമ്മളെ തോൽവി നല്ല ഡിമ്മാവുന്നില്ലല്ലോ. ഒരു 4 ദിവസം പോയെന്ന് പറഞ്ഞിട്ടൊന്നും ആവണില്ല. നമ്മളങ്ങ് പിക്കപ്പ് ചെയ്ത് എടുക്കണം. ഇതാണ് ഇപ്പം എൻ്റെ മൈൻഡ് സെറ്റ്. ഇത് ഞാൻ നടന്ന് തിരിച്ചു വന്നപ്പോൾ പറയുന്ന കാര്യമാണ്. ഇന്ന് രാവിലെ എണീറ്റിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കിടന്നാലോ എന്ന് വിചാരിച്ച ഞാനാണ് ഇപ്പോൾ ഓടി പുറത്തിറങ്ങിയ നല്ലൊരു ഇതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഈ ഫേക്ക്, അതായത് നമ്മൾ ഒരു അഭിപ്രായം പറയുമ്പോഴത്തേക്ക് ജെനുവിനിറ്റി ഫീൽ ചെയ്യണം. ജനങ്ങൾ ജെനുവിൻ ആയിരിക്കണം. ഇപ്പൊ രമേശ് ചെന്നിത്തലോ KC വേണുഗോപാലോ ഒക്കെ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്തിട്ടില്ല. ഇന്നുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ KC വേണുഗോപാൽ ഇപ്പോഴല്ല, എനിക്ക് ഈ വാഴ ക്ലിക്കായ സമയത്ത് ഹാഷിറിനെ വീഡിയോ കോൾ ചെയ്യണമെന്നും പറഞ്ഞിട്ടൊരു ഷോ നടത്തി. KC നടത്തേന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിനൊന്നും ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്തിട്ടില്ല. അതൊരു ജെനുവിൻ അല്ല. പുള്ളിക്ക് മനസ്സിലായി ഇവിടെ കുറച്ച് സീറ്റൊക്കെ കിട്ടും. ആദ്യമേ അറിയാം, കിട്ടുകയാണെങ്കിൽ ഇവിടെ കയറി പറ്റണമെന്നായിരുന്നു പുള്ളിയുടെ ഒരു ആഗ്രഹം. ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ സ്വയം ഒന്ന് മനസ്സിലാക്കണ്ടേ. അതായത് പുള്ളിക്ക് കേന്ദ്രത്തിൽ ഇത്രയും കാലം പിന്നെ രാഹുൽ ഗാന്ധിയോടെ എന്തിനാണ് നീ പോയി നിന്ന് വർക്ക് ചെയ്തത്? കേന്ദ്രത്തിൽ വെസ്റ്റ് ബംഗാളിലോ ആസാമിലോ ആ ഹിന്ദി ബെൽറ്റ്, ആ ബംഗാളി ബെൽറ്റ്, ആ ഒരു ഭാഗത്ത് ബീഹാറിലോ ഒന്നും വെറും ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ സത്യം പറ അവിടെയൊക്കെ ഫെയിലിയർ ആണ് നിങ്ങൾ. അവിടെയൊന്നും BJPക്ക് ഒരു ബദലായിട്ടില്ല. അവര് EVM മെഷീന്റെ
തട്ടിപ്പൊക്കെ കൊണ്ട് തന്നെയാണ് SIRും EVM മെഷീന്റെ തട്ടിപ്പൊക്കെ കൊണ്ട് തന്നെയാണ് ജയിക്കുന്നത്. പക്ഷേ അതിനൊരു പ്രതിരോധ ഇട നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം, ഇവൻ KC അടക്കം ഒരു അധികാരമോഹി മാത്രമാണ്, പ്രവർത്തിക്കാനുള്ള ഒരു കെൽപ്പില്ല. ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെയാണെങ്കിൽ VD സതീശനെ കേന്ദ്രത്തിൽ കൊണ്ട് കുറച്ച് ഹിന്ദിയൊക്കെ അറിയാമെങ്കിലേ പഠിപ്പിച്ച് കേന്ദ്രത്തിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഗുണം ഉണ്ടായിരുന്നു പാർട്ടിക്ക്. വല്ലാത്തൊരവസ്ഥ തന്നെ ഇത്. ഇതിനേക്കാളും നല്ലത് പിണറായി വിജയൻ തന്നെ. ആ CPM തന്നെ ഇതിനേക്കാളും നല്ലതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് CPM എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമില്ല. പക്ഷെ അവര് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ നല്ലൊരു പാർട്ടിയാണ്. കേരളത്തിൽ ഒരുപാട് വികസന കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ്. എന്നെ നേരിട്ട് അറിയാവുന്നവർക്ക് അറിയാം. ചെറുപ്പം മുതൽ പാർട്ടി മെമ്പർഷിപ്പ് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ബാലവേദി അങ്ങനെയൊന്നും പങ്കെടുത്തിട്ടില്ലെങ്കിലും വളരെ ചെറുപ്പം മുതൽ ഞാൻ നാട്ടിലൊക്കെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചതും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ VS ശിവകുമാറിന് അത് ഇനി പറയാൻ വേണ്ടിയിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പൊളിറ്റിക്സ് ഒന്നും ഇതിലോട്ട് എൻ്റെ വ്ളോഗിങ്ങിൽ എനിക്ക് പൊളിറ്റിക്സ് മടുത്ത്, അതായത് എൻ്റെ മനസ്സിലുള്ളത് മാത്രം മനസ്സിലും ജസ്റ്റ് ഒന്ന് കാഴ്ചയിൽ മാത്രമേ പൊളിറ്റിക്സ് ഇത്രയൊക്കെ മതിയെന്ന് വിചാരിച്ചേ. പക്ഷെ ഇന്ന് എനിക്ക് എന്തോ വെറുതെ അങ്ങ് സംസാരിക്കാൻ തോന്നി. ഞാൻ VS ശിവകുമാറിനെ ജയിപ്പിക്കാനൊക്കെ നാട്ടിൽ ചെറുപ്പത്തിലെ ഈ മൈക്ക് സെറ്റിന്റെ കൂടെ ഒക്കെ പോയി വിളിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ചിഹ്നം കൈപ്പത്തി എന്ന് പറയും VS ശിവകുമാറായിരുന്നു അന്ന് നമ്മൾ അവിടുത്തെ MP. ശശി തരൂർ പറഞ്ഞതിന് മുമ്പ് അങ്ങനെ VS ശിവകുമാറിനെ വേണ്ടിയിട്ടൊക്കെ പണിയെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. VS ശിവകുമാറിന്റെ ഒരു കാര്യമുണ്ട് കേട്ടോ, പുള്ളിക്കാരന്റെ സ്ഥലം എൻ്റെ ഒരു ഇതിൽ അമരവിള ആ ഭാഗത്തോടെയാണ്. പുള്ളിയായിരുന്നു നിയമത്തിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്. പുള്ളിയുടെ ഏരിയ അല്ലേ ഇത്, നമ്മൾ അരുവിക്കര പുള്ളിയുടെ ഒരു ഏരിയ അല്ല അത്. പിന്നെ ശബരിയും വിചാരിക്കണമായിരുന്നു ഞാൻ തോറ്റുപോയെങ്കിൽ ജനങ്ങൾ അവിടെ നിർത്തി എന്നെ ജയിപ്പിച്ചതാണ് 2 തവണ 1 തവണ. ഞാൻ അവിടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അരുവിക്കരയിൽ സുഖമായിട്ട് ശബരിനാഥ് ഇപ്രാവശ്യം ജയിച്ചേനെ. ഈ ശബരി നേരെ പോയിട്ട് നേമത്ത് പോയി നിന്നിരിക്കുന്നു. അതിന് അരുവിക്കരയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ശിവകുമാർ, അരുവിക്കര ആറ്റിങ്ങൽ മണ്ഡലമാണെന്ന് തോന്നണം, ശിവകുമാർ ജയിച്ചൊരു മന്ത്രിസ്ഥാനമൊക്കെ കിട്ടുമല്ലോ. എന്തായാലും അരുവിക്കര നിൽക്കാം. അപ്പൊ അതൊക്കെ അടിപരമായിട്ട് കയറി അരുവിക്കരയിൽ നിന്ന് തോറ്റ് തൊപ്പിയിട്ട്. ഇതൊക്കെയാണ് പ്രശ്നം. ഇവനിങ്ങി തേച്ച് ഇങ്ങനെ ഷർട്ടും പാൻറ്റും ഇട്ട് ഇങ്ങനെ വണ്ടിയിൽ കയറിയിട്ടേ പ്രവൃത്തിയില്ല, ഒരു ഫേക്കാണ്. ശിവകുമാറൊക്കെ എത്ര കാലമായി ആ ഒരു പ്രശ്നം ഒരു കാര്യമായപ്പെട്ട ഒരു കാര്യത്തിന്റെ പ്രശ്നത്തിൽ ഇവരൊക്കെ ഇടപെട്ടതിന്റെ വല്ല ഇതും കാണാനുണ്ട്. ഷാഫി പറമ്പിൽ നിങ്ങളൊക്കെ കണ്ടു പഠിക്കണ്ടേ. ഓരോ വിഷയത്തിൽ ഒന്നും പറയണില്ല അവനൊന്നും, ഷാഫി ഒന്നും പറയണില്ല. ഒരു ബാലൻസ് കളിയാണ്. പക്ഷേ എന്നാൽ പോലും പറയണുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആണ് പറയുന്നത്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പിണറായിക്കെതിരെ ആണെങ്കിലും ഈ CPM-നെതിരെ ആണെങ്കിലും ആ പറയുന്ന രീതിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. അതൊക്കെയാണ് ഒരു നേതാവ്. ശിവകുമാറൊന്നും ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് വന്നൊരു കാര്യം പറയുന്നത് കേട്ടിട്ടില്ല. ശബരിനാഥിനെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. അബദ്ധങ്ങളൊക്കെ പറ്റും, ഓക്കെ. നിയമത്തിൽ ഇപ്രാവശ്യം നിന്നത് ഒരു അബദ്ധമായിരുന്നു. പാർട്ടി പറഞ്ഞ് കയറി നിന്ന് എന്ത് കോപ്പോ. എനിക്ക് തോന്നുന്നു ശബരിനാഥിനെ പറ്റിക്കാനാണ് ചാൻസ്. ഇവരെല്ലാം നീ അരുവിക്കരയിൽ നിന്നായിരുന്നു ജയിക്കൂല, നീ നിയമത്തിൽ നിന്നാ മതി എന്ന് പറഞ്ഞിട്ടേ ആരെങ്കിലും പറഞ്ഞ് തേച്ച് വിട്ടതാവാനാണ് ചാൻസ്. ശബരിനാഥ് മനസ്സിലാക്കേണ്ടത് കാർത്തികയിൽ നിന്ന് തോറ്റാലും ജയിച്ചാലും നിന്ന് എക്സ്പീരിയൻസ് ഉള്ള മണ്ഡലമാണ്. ശബരിനാഥിന് എല്ലാവർക്കും അറിയാം, കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. എങ്കിലും അരുവിക്കര ഭാഗത്തുള്ള പൂവച്ചൽ ആ ഏരിയ ഉള്ളവർ പ്രത്യേകിച്ച് നിങ്ങളെ നല്ലപോലെ അറിയാം. നിങ്ങൾ അവിടെ തന്നെ നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ജയിക്കണമായിരുന്നു. ആ ഒരു സീറ്റ് കൊണ്ട് കളഞ്ഞു കുളിച്ചതാണ്. ശിവകുമാറിന് ആ ഒരു ഏരിയ പറ്റിയ ഏരിയ അല്ല, പുള്ളിയുടെ ഏരിയ അല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ജെന്യൂനിറ്റി ഇല്ല. എവിടെ നിന്നാലും ജയിക്കാം, പക്ഷെ നിങ്ങൾക്കൊന്നും ആ ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്തിട്ടില്ലേ. എപ്പോഴും ഒരു ഫേക്ക് ടൈപ്പാണ് നിങ്ങളെ. ഫേക്ക് കാര്യം പറയുന്നതിന് ഒരു ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല. കാരണം എന്തുകൊണ്ട്, വെറുതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തെ കുറിച്ച് അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നലില്ല. ജനങ്ങളുടെ പല പ്രശ്നത്തില് ആ പ്രശ്നങ്ങൾ തൻ്റെതായ പ്രശ്നമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം പറഞ്ഞതിൻ്റെ ഫ്ലോ പോയി. അപ്പോൾ പറഞ്ഞത് എവിടെ വെച്ച് തീർന്നു. ശബരിനാഥിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കേരളത്തിൽ ഇത്രയും നല്ല വിജയം കിട്ടിയിട്ട് അതിൽ ശബരി വന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. അതുകൊണ്ട് പറഞ്ഞു ശിവകുമാർ വന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശിവകുമാറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇലക്ഷൻ പ്രചാരണത്തിനൊക്കെ പോയത് എൻ്റെ ഓർമ്മ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വളർന്നൊരു പക്വതയൊക്കെ എത്തിയ സമയത്ത് ശിവകുമാർ ഒരു നേതാവാണെന്നൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഓക്കെ ബൈ.